ശരിക്കും എന്താ നീ ഇങ്ങനെ തമാശക്ക് പറഞ്ഞാണോ അതോ ശരിക്കും ഒരു പ്രപ്പോസൽ ഒക്കെ വന്നു കഴിഞ്ഞാല് എങ്ങനെ അമ്മ വഴക്കൊക്കെ പറയോ? ഭ്രാന്തുണ്ടോ? ഈ പ്രായത്തിലല്ലേ പ്രപ്പോസൽ വരാൻ പറ്റൂ, വയസ്സാകുമ്പോഴല്ലോ. എന്താ വരാത്തേന്ന് ഓർത്തിരിക്കുക. ഞാൻ എപ്പോഴും പറയും ഈ പ്രായത്തിലൊരു ഒരു പെണ്ണിന് ഒരു ചെറുക്കനോടും ചെറുക്കനൊരു പെണ്ണിനോടും ഒരു സ്നേഹവും ഇഷ്ടവും അഫക്ഷനും ഒക്കെ തോന്നും. ഇല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പം കാണും. അതേ കൂടുതലൊക്കെ ഞാനങ്ങനെ പറയുന്നവരാണ്. എനിക്ക് അങ്ങോട്ട് കണക്ട് ആയില്ല. താങ്കൾ എന്നീ ഉണ്ടെന്നങ്ങ് പറ ഏതെങ്കിലും രണ്ടെണ്ണം, ഇല്ലെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് തന്നെ അല്ലെങ്കിൽ പിന്നെ അതാവും അടുത്ത. നാളെ രണ്ടെണ്ണത്തിന് വാടകയ്ക്കൊണ്ടിരുന്ന് അത് നമ്മുടെ അതിന്റെ കാര്യം എന്താണോ, ഇപ്പൊ പഠിക്കുന്നിടത്ത് ചെല്ലുമ്പോ അവരോർക്കും ഇവന് അഭിനയിക്കുന്നിടത്തുണ്ടെന്ന്, അഭിനയിക്കുന്നിടത്ത് വരുമ്പോ വിചാരിക്കും പഠിക്കുന്നിടത്തുണ്ടെന്ന്. മനസ്സിലായോ? അതാണ് തെറ്റിദ്ധാരണ. പിന്നെ ഈ കുട്ടികൾ അടുത്ത്, അതായത് മെസ്സേജ് ഒക്കെ അയക്കുമല്ലോ, കൂടുതലും മെസ്സേജ് എനിക്കാണ് വരുന്നത്, മെസ്സഞ്ചറിലായാലും വാട്സപ്പിലും. ഇൻസ്റ്റാഗ്രാം ആരാ ഹാൻഡിൽ ചെയ്യുന്നേ? ഞാൻ തന്നെയാണ്. അവന് ഞാൻ നോക്കാൻ പറയും, ഇന്ന ചിലപ്പോൾ പോസ്റ്റ് ചെയ്യാനൊക്കെ പറയുമ്പോൾ നോക്കും, ഇയാള് ടാഗ് ചെയ്യണേ അങ്ങനെയൊക്കെ ചെയ്യണ കാര്യങ്ങളൊക്കെ പറയും, നോക്കും. അപ്പോൾ മെസ്സേജ് വരും. ചില മെസ്സേജ് ഒക്കെ കണ്ടിട്ട് നമ്മൾ തോന്നുന്നു ഇന്ന മെസ്സേജ് ഉണ്ടെന്ന് പറയും. അപ്പൊ ഞങ്ങളൊക്കെ ഇങ്ങനെ നോക്കും, ആരയച്ചേക്കുന്ന പെണ്ണാണോ ആണാണോ ഞങ്ങൾ നോക്കും. അങ്ങനെയൊക്കെ നോക്കാറേ ഉള്ളൂ. പക്ഷെ ഈ മെസ്സേജുകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നോണ്ടിരിക്കുമ്പോ ഇയാള് പതുക്കെ അങ്ങ് പോകും, മറുപടി കൊടുക്കത്തില്ല. ഒന്നാമത്തെ കാര്യം സമയം കിട്ടൂല, തിരക്ക. അവസാനം ഞാൻ റിപ്ലൈ കൊടുത്ത് ഇവര് പിന്നെ ചോദിക്കും എന്ത് പറ്റി ഇന്ന് മെസ്സേജ് അയക്കഴിഞ്ഞേ. ഞാൻ ഇവിടെ അത് ഷൂട്ടുള്ളതാണ്. ഓക്കെ. ശരിക്കും പറഞ്ഞാൽ അവര് ഇന്നായിരിക്കും മെസ്സേജ് ഇങ്ങോട്ട് അയക്കുന്നത്, ഞാൻ അയക്കണത് 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. ഇവിടെ തീപ്പൊരിഞ്ഞ ഷൂട്ടും കഴിഞ്ഞിട്ട് ഒരു വിധത്തേക്കൊന്ന് ഉറങ്ങാൻ നോക്കുവോ, അല്ലെങ്കിൽ കുറച്ചേരം വായിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്കുവോ. അപ്പൊ ആ സമയത്തിനിടയിൽ ചിലപ്പോ നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇതിനകത്തൊന്നും പോയി ഈ ഇങ്ങനെയുള്ളൊരു റിലേഷൻഷിപ്പ് ഒന്നും എനിക്കൊന്നും അവന് ഇതിലേക്ക് വരാത്ത. കാരണം അതിനുള്ളൊരു സമയം ആ ഒരു ചിന്തിക്കാനുള്ളൊരു ഇതില്ല, സമയമില്ല. രാവിലെ ഇതിലൊന്നും സമയമില്ല. പറഞ്ഞല്ലേ പോയല്ലോ. അതായത് രാവിലെ 8 മണിക്ക് ഷൂട്ടിന് പോകും, ഒരു 10 ദിവസം അടുപ്പിച്ച് ഷൂട്ടായിരിക്കും, ഒരു 10-12 ദിവസം അടുപ്പിച്ച് ഷൂട്ടായിരിക്കും. പിന്നെ ഒരു 1 വീക്ക് അവധി. ഈ 1 വീക്കിൽ എന്തുവാ പഠിക്കണം. പിന്നെ ഇതിനിടെ ചിലപ്പോൾ ആഡോ ഇനാഗുറേഷനോ ഇപ്പം നിങ്ങളുടെ പ്രോഗ്രാം അങ്ങനെ എന്തെങ്കിലും വന്നാൽ അത് പോകണം. പിന്നെ പഠിക്കാൻ ഇഷ്ടം പോലെ കിടപ്പില്ലേ, നോട്ട്സ് എഴുതാൻ ഇഷ്ടം പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക വാട്സപ്പില്. ഡിഗ്രി ആയപ്പോഴത്തേനും ഡബിൾ മേജർ, ഒരു മേജർ അല്ല 2 മേജറാ. അപ്പൊ ആ 2 എണ്ണത്തിന്റെയും പഠിക്കണ്ടേ. അപ്പൊ ആ ഒരു ഇപ്പൊ തന്നെ ഒരാഴ്ച കൊണ്ട് ഷൂട്ടില്ല. അപ്പൊ ഈ ഒരാഴ്ച മൊത്തം പഠിത്തത്തിന്റെ പുറകിൽ മാറ്റിവെക്കും. പിന്നെ ബാക്കി നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ കാണും, പല കാര്യങ്ങളില്ലേ. ഇപ്പൊ അവന് ഇപ്പൊ തന്നെ വണ്ടി, അവന്റെ ബുള്ളറ്റ് സർവീസ് ചെയ്യാനെ കൊണ്ടുപോകണേ അവനെ കൊണ്ടുപോകുന്നത്, അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളും പേഴ്സണൽ കാര്യങ്ങളില്ലേ. പിന്നെ അതിനകത്ത് തിരക്കിനകത്താവും പോവും. പിന്നെ അതിനിടയിൽ അവൻ എവിടെയാ സമയം? അവന് ഡ്രസ്സ് എടുക്കാൻ പാടാന്ന് പറഞ്ഞ് വിളിച്ചാൽ പോലും അവൻ വരുന്നില്ല. ഡ്രസ്സൊക്കെ ആരാ സെലക്ട് ചെയ്യുന്നത്? ഒന്നും അതുപോലെ ശ്രദ്ധിക്കില്ല. റിസ്ക് എടുക്കണേ, ഞാൻ ഏതെങ്കിലും എടുത്തിട്ടുകൊണ്ട് വരും. ഞാനേ എനിക്ക് കണ്ണി പിടിക്കണ ഏതെങ്കിലും ഈയിടയ്ക്ക് കൂടി പറയും ഇനിയെങ്കിലും സ്വന്തമായിട്ട് ഞാൻ ഒരെണ്ണം എടുത്ത് കൊടുക്കും. സംഭവം അത് കൂറയടിക്കുന്ന എനിക്കും അറിയാം, അമ്മയ്ക്കും അറിയാം. അമ്മ എടുത്തോമ്മ, എന്തോന്നടാ ഇത് കൊള്ളൂല്ല. എന്നാ പിന്നെ വൃത്തിക്കേട് എന്നെ എന്തിനാണ് ചെല്ലിപ്പെടുത്തണേ? എടുത്തിട്ട് എടുത്തിട്ട് ഒറ്റ ഇരിപ്പിരിക്കും. ഓരോരെണ്ണം സെലക്ട് ചെയ്തില്ല, എന്തെങ്കിലും മതി, ഇട്ടാ മതി, എനിക്ക് ഇട്ടാ മതി, എന്ത് കൊടുത്താലും ഇട്ടോളൂ. നിക്കറാവരുന്നേ ഉള്ളൂ, പാന്റ് ആയിരിക്കണം, അകത്തിടും പുറത്തിടില്ല. അകത്തിടുന്നു. ഓക്കെ. ട്രൗസേഴ്സ് ഈ സാധനം മുട്ട് വരെയുള്ള ഒരു സാധനം ഇടത്തില്ല. അതെന്താ കാര്യം? എന്താ? തണുപ്പടിക്കും. അയ്യോടാ, മുണ്ടെടുക്കുമ്പോ പ്രശ്നമില്ല. അതെനിക്ക് മനസ്സിലായി. ശരിക്കും എല്ലാവരും പറയുന്ന പോലെ ഒരു തന്ത വൈബ് തന്നെയാണല്ലേ. ശരി, അങ്ങനെ ഈയിടയ്ക്ക് 2 എണ്ണം എടുത്തു കൊടുത്തു. എടാ ഇടറാ, നല്ല ഭംഗിയാടാ, കാല് കാണാൻ നല്ല രസമാടാ, ഇടറാ, പിള്ളേരൊക്കെ ഇത്. അതുകൂടെ പറയുമ്പോ പിന്നെ നശിച്ച്. എനിക്കാണ് ഭയങ്കര ഇഷ്ടമായി പിള്ളേരെ, ആൺപിള്ളേരെ മുണ്ടാണെങ്കിൽ അന്തസ്സായിട്ട് കയറ്റി കൊടുത്ത് എത്ര വേണേലും കയറ്റി കൊടുത്ത് എന്ന് പറഞ്ഞിട്ട്. നിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എത്ര? സത്യം പറഞ്ഞു, കള്ളം പറയല്ലേ. പക്ഷെ എന്തോ സ്ലീവ്ലെസ് ടീഷർട്ട് ഇടത്തില്ല. എനിക്കറിഞ്ഞൂടെ ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ എന്നോട്. ഇൻസ്റ്റാഗ്രാമിൽ ക്യാപ്ഷൻസ് ഒക്കെ ആരാ ടൈപ്പ് ചെയ്തിരുന്നത്?
ക്യാപ്ഷൻ ഞാൻ ഇടാറുണ്ടോ? ഓണാശംസകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്ക് ഇടുന്നതാരാ? ആക്കെ ചിലപ്പോ ഇവനാ. ഞാൻ രണ്ടുപേരും ഇടും. സ്പെല്ലിംഗ് തെറ്റുന്നതാണോ? ഇല്ലില്ല, സ്പെല്ലിംഗ് തെറ്റാറില്ല. അല്ല, പിള്ളേരൊന്നും ഓണാശംസകൾ ഇടത്തില്ല. അത് എന്നോട് ഈടൊക്കെ അമൽച്ചൊക്കെ വന്നിട്ട് എടാ ഏച്ചി പോടാ എവിടെ അവൻ എപ്പോഴും മറ്റേ 90 നടക്കാണ്. എടാ നല്ല ന്യൂജ സാധനം ഞാൻ പറഞ്ഞു എന്നാ ശരി എന്നാ ഇട്. ഞാൻ അടുത്ത നേരം ഫോണൊക്കെ എടുത്ത് കൊടുക്കും, ഇട്. എന്നെ എന്തിനാണ് ശല്യപ്പെടുത്തരുത്, നിങ്ങൾക്ക് ഇട്ടാ പോരെ. ഫോട്ടോ പോലും ഇടത്തില്ല ഇൻസ്റ്റയിൽ. ഞാൻ പറഞ്ഞിട്ടേ ഇടുന്നത്. ചില ദിവസം എന്നോട് വിളിക്കും, എടാ എത്ര ദിവസം ഇട്ടിട്ട്? ഒരു 1-2 ആഴ്ച ഇടറാപ്പാ. ഇടയ്ക്ക് വെച്ച് ശിവാനി ചോദിക്കുന്നതാണ്, മുടിയഞ്ഞൊക്കെ വിളിക്കുമ്പോൾ ചോദിക്കും, ഒന്നും കാണാനില്ലല്ലോ, അറിവും ബോധമൊന്നും ഇല്ലല്ലോ, എവിടാ? ആ ഫോട്ടോ ഇല്ല, ഞാൻ ഇടാം നരേന്ദ്രനായിട്ടാണ് എടുത്തിട്ടിടാം. ഈ മുടിയൻ ചേട്ടനായാലും ലച്ചു ആണെങ്കിൽ ഇവരൊക്കെ ഇത്ര ഫ്രീക്ക് ആയിട്ടുള്ള ആളുകളുടെ കൂടെ വളർന്നിരുന്ന നിനക്ക് ആ ഒരു വൈബ് അല്ലേ? ആര് പറഞ്ഞു? ഞങ്ങളുടെ മുടിയഞ്ഞൊക്കെ ലുക്ക് ഫ്രീക്ക് ഉണ്ടെന്നേ ഉള്ളൂ. ലുക്കില് മാത്രമേ ഉള്ളൂ. എല്ലാരും ഒരേപോലെ എന്നെക്കാളും തന്തയാ. ഋഷിയൊക്കെ നല്ല എക്സ്ട്രാ തന്ത ആരും വിചാരിക്കുന്നില്ല. നല്ല സീരിയസ് ആണ് അവൻ. ആ പക്ക ഒരു ഫാമിലി മാനാണ്, നല്ല പയ്യൻ എന്നൊക്കെ പറയുന്നത്. പൊങ്ങി മണ്ടക്കി പോയത് ഡ്രസ്സിങ്ങിൽ അവൻ ഫ്രീക്കനോ അല്ലെ മുടി വളർത്തിയതിൽ ഫ്രീക്കനോ, പക്ഷെ നല്ലൊരു ഫാമിലി മാൻ. സ്വഭാവത്തില് ക്യാരക്ടർ വൈസ് എല്ലാം പക്ക സീരിയസാ. അവിടെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ശരിക്കും ഫ്രീക്ക് അപ്പം ബാലുവച്ചനായിരിക്കും അല്ലേ? എന്ന് വേണം പറയണ്ടേ. അച്ഛനെ വേണ്ടത്ര അങ്ങോട്ട് അറിയില്ലെന്ന് തോന്നുന്നു. ഞാൻ 2-3 തവണ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. അവർ രണ്ടാളെയും കൂടെ വെച്ചിട്ട് ഇന്റർവ്യൂ ഒക്കെ എടുത്തിട്ടുണ്ട്. രണ്ടുപേരെയും കൂടെ വെച്ചിട്ട് ഒരുമിച്ച് ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. ഈ വീടായിട്ട് നമ്മൾ ഈ ഉപ്പുമുളകും വീട് ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് വീടായിട്ട് നിങ്ങൾക്ക് ഭയങ്കര ഒരു കമ്മിറ്റ്മെന്റ് ആയിരിക്കുമല്ലോ. ശരിക്കും പറഞ്ഞാൽ ഇത്ര വർഷമായിട്ട് സെയിം വീട്. ഇപ്പൊ ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നല്ലോ, ഇന്ന് ആ വീട് നിങ്ങൾക്ക് എഴുതി തന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര നമുക്കും കൂടെ ഭയങ്കര ഇമോഷണലി കണക്ട് ആയ പോലെ ഫീൽ ചെയ്തു. നിങ്ങൾക്ക് ആ വീടുമായിട്ട് ഒത്തിരി മെമ്മറീസ് ഉണ്ട്. എങ്ങനെയാ വീടായിട്ടുള്ള ഒരു കണക്ഷൻ? ആന്റിയും പോവാറില്ലേ? വീടുമായിട്ട് മാത്രല്ല, വീടിന്റെ ഹൗസ് ഓണറുമായിട്ടും ഭയങ്കര കണക്ഷനാണ്. ഹൗസ് ഓണറും 2 കുട്ടികളും. സംഭവം ഇപ്പൊ പുള്ളിക്കാരിക്ക് 2 പിള്ളേരൊന്നും അല്ല, ആ സെറ്റിലുള്ള ഞങ്ങൾ എല്ലാരും പിള്ളേരാണ്. ആ അവസ്ഥയാണ്. അതായത് വരുമ്പോ ആടാ ഞങ്ങളെ കണ്ടില്ലെങ്കിലാണ് ഇപ്പൊ വിഷമം. എന്ത് പറ്റി ഇന്നലെ ഇല്ലായിരുന്നല്ലോ, എവിടെ പോയിരുന്നു? അത് ഇന്നലെ പരിപാടി ആണോ? ആ ശരി 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 ശരി. അത് ഈ സീസൺ 1 നിർത്തി കഴിഞ്ഞപ്പോ ചേച്ചി ഭയങ്കര വിളിച്ചിട്ട് കുറെ ദിവസം എല്ലാരും കണ്ടോണ്ടിരിക്കുമല്ലായിരുന്നു. 1500 എപ്പിസോഡിനെ കണ്ട സീസൺ 1 നിർത്തുന്നത്. അപ്പോ നിർത്തി പോയി, പിന്നെ ഇത് തുടങ്ങുമെന്നൊന്നും യാതൊരുവിധ ഐഡിയ ആർക്കും ഇല്ലായിരുന്നു. അപ്പോ പുള്ളിക്കാരി വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നത്. അങ്ങോട്ട് നോക്കുമ്പോൾ നിങ്ങളെ, ഇങ്ങോട്ട് നോക്കുമ്പോൾ നിങ്ങളില്ലാതെ ഭയങ്കര ഇത് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി ഭയങ്കര വിഷമമായിരുന്നു. ടിസിയ അതായത് ജോണിനും ഞാനുമായിട്ട് എന്തോ ഒരു വയസ്സ് 2 വയസ്സ് 1-2 വ്യത്യാസമുള്ളൂ. എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരേ സമയത്ത് ഒരേ കളിച്ചു വളർന്ന ടീമാണ്. അപ്പൊ നമ്മൾ വേറെ എവിടെയും പോകുന്നില്ലല്ലോ, നമ്മൾ അവിടെ തന്നെ കാണും. അവൻ സ്കൂളിൽ പോകും, തിരിച്ചു വരും, ഇവിടെ സ്കൂളൊക്കെ കൊണ്ടിരുന്നു കൊള്ളാം. ആ അവസ്ഥയാണ്. അപ്പൊ പുള്ളിക്കാരെ സംബന്ധിച്ച് നമ്മളെല്ലാ മക്കളാണ്. നമ്മളെ പെട്ടെന്ന് ഒരു ദിവസം കാണാതായപ്പോ നോക്കുമ്പോ ഈ ജോൺ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവരൊക്കെ ഇവരും അവിടെ തന്നെയാണോ താമസം? ഓ, ഞാൻ കരുതിയ സത്യം പറഞ്ഞാല് നിങ്ങൾക്കായിട്ട് ആ വീട് ഇങ്ങനെ റെന്റിന് അങ്ങനെ റെന്റ് ഔട്ട് അങ്ങനെ എല്ലാരും അങ്ങനെ കരുതുന്നത് അല്ലേ? അപ്പൊ ഇവരവിടെ പോയി എങ്ങനെ? അവിടെ അതിനകത്തൊരു ഒരു റൂം, ക്ലോസ്ഡ് ഒരു റൂം ഉണ്ട്. ആ റൂമിലാണ് അവര് ഷൂട്ടുള്ളപ്പോ കഴിയുന്നത്. മുകളിൽ പണിഞ്ഞപ്പോ അവർ അപ്സ്റ്റെയറിലോട്ട് മാറി.